പ്രിയമുള്ളവരെ, വചനജ്വാല 1489 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 28 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകൻ 20-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള തിരുവാക്യങ്ങൾ ആദ്യം നമുക്ക് ശ്രവിക്കാം. അവമാന ഭീതിയാൽ നശിക്കുന്നവരുണ്ട്, ഭോഷന്റെ വാക്ക് ഭയന്ന് ജീവൻ ഒടുക്കുന്നവരുമുണ്ട്. മിഥ്യാഭിമാന നിമിത്തം സ്നേഹിതനെ വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവന്റെ ശത്രുത നേടുന്നു. നുണ വികൃതമായ കറയാണ്, അജ്ഞന്റെ അധരത്തിൽ അത് എപ്പോഴും കാണും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശം തന്നെ. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു, അവമാനം അവനെ അനുധാവനം ചെയ്യും. ബുദ്ധിപൂർവമായ സംസാരം ഉത്കർഷത്തിന് നിദാനം. വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും, മണ്ണിൽ അധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും. പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവന്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും. സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു, വായിൽ തിരികിയ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാനമായ നിധിയും കൊണ്ട് എന്ത് പ്രയോജനം? സ്വന്തം ഭോഷത്വം മറച്ചു വെക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വെക്കുന്നതിനേക്കാൾ ഭേദമാണ്. കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനന്ത്രീതമായ ജീവിത സാരഥ്യത്തെക്കാൾ ഭേദം. നമ്മൾ 21-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നമുക്ക് ശ്രവിക്കാം. പാപം വർജിക്കുക. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്, അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്, അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു, അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായി തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, അവനെ നീതി ലഭിക്കാൻ വൈകുകയില്ല. ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്, കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പാശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു, ജ്ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ചണമാര് കൂട്ടിവെച്ചതുപോലെയുമാണ്, അവ അഗ്നിയിൽ എരിഞ്ഞു തീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ വെഞ്ചസ്വാസ് രാജാവ് ഒരു രക്തസാക്ഷിയാണ്. അദ്ദേഹം
ബൊഹാമിയയിലെ നാടുവാഴിയായിരുന്ന വ്ളാദിസ്ലാവോസ് ഒന്നാമന്റെ മകനാണ് വെഞ്ചസ്ലാസ്. പിതാവ് ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിരുന്നു. അമ്മ ഡ്രഹോമീഹിറ ദുശ്ചരിതയായ ഒരു വിജാതീയ സ്ത്രീയും. അവൾക്ക് 2 മക്കളുണ്ടായി, വെഞ്ചസ്ലാസ്, ബൊലേസ്ലാസ്. മൂത്തയാളെ വളർത്തുന്ന ചുമതല പ്രാഗിൽ താമസിച്ചിരുന്ന അമ്മൂമ്മ ലുഡ്മില്ല ഏറ്റെടുത്തു. ആ വൃദ്ധ കുട്ടിയെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നു. ശാസ്ത്രീയ വിജ്ഞാനവും പൗത്രന് നൽകി. വെഞ്ചസ്ലാവിന്റെ ചെറുപ്പത്തിൽ പിതാവ് മരിച്ചു. അമ്മ ഡ്രഹോമീറ റീജന്റായി ഭരണമേറ്റെടുത്തു. ക്രൈസ്തവ ദേവാലയങ്ങൾ അടച്ചിടണമെന്നും ക്രൈസ്തവ പുരോഹിതരോ അൽമായരോ കുട്ടികളോ പഠിപ്പിച്ചുകൂടെന്നും റീജന്റ് കൽപ്പന കൊടുത്തു. ബൊഹാമിയയുടെ നാശം കണ്ടിട്ട് പരിതപ്തനായ ലുഡ്മില്ല വെഞ്ചസ്ലാസിനെ ഭരണമേൽക്കാൻ പ്രേരിപ്പിച്ചു. യുവരാജാവ് അത് സമ്മതിച്ചു. ജനത സഹായം വാഗ്ദാനം ചെയ്തു. എന്നാൽ കലഹമുണ്ടാകാതിരിക്കാൻ രാജ്യം 2ആയി ഭാഗിച്ചു. വലിയ ഭാഗം ബൊലെസ്ലാസിന് മാറ്റിവെച്ചു. ആ ഭാഗം ഇന്നും ബൊലെസ്ലേവിയ എന്ന് അറിയപ്പെടുന്നു. ഡ്രഹോമീറ കുപിതയായി ബൊലെസ്ലാസിനെ ക്രിസ്തുമത വിരോധിയും വിഗ്രഹാരാധന പ്രിയനുമായി വളർത്തി. വെഞ്ചസ്ലാസ് നീതിക്കും സമാധാനത്തിനും വേണ്ടി അധ്വാനിച്ചു. ഭരണകാര്യങ്ങൾ പകൽ സമയത്ത് വേണ്ട പോലെ നിർവഹിച്ച ശേഷം രാത്രിയുടെ വലിയ ഒരു ഭാഗം വിശുദ്ധ കുർബാനയുടെ മുൻപാകെ ചെലവഴിച്ചു കൊണ്ടിരുന്നു. ഗോതമ്പും മുന്തിരിയും കൃഷി ചെയ്ത് ഫലങ്ങൾ ശേഖരിച്ച് വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പവും വീഞ്ഞും സ്വയം തയ്യാറാക്കിക്കൊണ്ടിരുന്നു. രാജ്യഭരണത്തെക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം സന്യാസമായിരുന്നു. ജനങ്ങളുടെ വിശ്വാസത്തിന് ഹാനി വരാതിരിക്കാൻ വേണ്ടി രാജഭരണം നടത്തിയിരുന്നു എന്ന് മാത്രം. ക്രിസ്തു മതത്തിന് അനുകൂലമായ പ്രവർത്തനങ്ങൾ ലുഡ്മില്ലായിൽ നിന്ന് ഉളവാകുന്നതെന്ന് മനസ്സിലാക്കി ഡ്രഹോമീറ ആ വൃദ്ധയെ വധിപ്പിച്ചു. ഘാതകൻ രാജ്ഞിയുടെ കപ്പേളയിൽ വെച്ച് ശിരോവസ്ത്രം കഴുത്തിൽ ചുറ്റി രാജ്ഞിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. തന്റെ അമ്മയാണ് അമ്മാമയെ കൊല്ലിച്ചതെന്ന വസ്തുത വെഞ്ചസ്ലാസിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. അദ്ദേഹം ഒരു ദേവാലയം നിർമ്മിച്ചു. വിശുദ്ധ വിത്തൂസിന്റെ കരം അതിൽ സ്ഥാപിച്ചു. വെഞ്ചസ്ലാസിന്റെ നീതിനിഷ്ഠമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടാത്ത പ്രഭുക്കന്മാർ ബൊലെസ്ലാസിന്റെ പക്ഷത്തു ചേർന്നു. ബൊലെസ്ലാസിന്റെ പ്രഥമ ശിശുവിന്റെ ജനനം ആഘോഷിക്കാൻ വെഞ്ചസ്ലാസ് രാജാവ് അനുജന്റെ വീട്ടിൽ ചെന്നു. രാജാവ് പതിവ് പോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡ്രഹോമീറായുടെ പ്രേരണയനുസരിച്ച് അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൊന്നു. 935 സെപ്റ്റംബർ 28 ഈ സോദരവധം. ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി അമ്മയും മകനും നടത്തിയ ഉപജാപമായതുകൊണ്ട് വെഞ്ചസ്ലാസിന്റെ മതം രക്തസാക്ഷിത്വമായി. വെഞ്ചസ്ലാസിന്റെ വധം രക്തസാക്ഷിത്വമായി. വിശുദ്ധൻ ചെക്ക് റിപ്പബ്ലിക്കിലെ ബൊഹാമിയയുടെ മധ്യസ്ഥനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ വെഞ്ചസ്ലാസ് രാജാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം
നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.